ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ മാടവന ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന മഹോത്സവം ഏപ്രിൽ 28 മുതൽ 30 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. മൂവാറ്റുപുഴയിലെ പ്രസിദ്ധമായ മാടവന ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന മഹോത്സവം ഏപ്രിൽ 28 മുതൽ 30 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാടവന ഭഗവതി ക്ഷേത്രം ചരിത്ര പ്രസിദ്ധമായ 400 വർഷങ്ങളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രം ഇന്ന് പ്രതിഷ്ഠാദിന മഹോത്സവം ഇവിടെ ആചരിക്കുമ്പോൾ ശ്രീ മനയത്താറ്റ് ആര്യൻ നമ്പൂതിരിയുടെയും ശ്രീ സുദർശനൻ ശാന്തിയുടെയും ശ്രീ സുനിൽ ശാന്തിയുടെയും മേൽനോട്ടത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം 28, 29, 30 തീയതികളിൽ ക്ഷേത്ര മൈതാനത്ത് നടക്കുമ്പോൾ ക്ഷേത്രത്തിൽ ഗണപതി ഹോമത്തോടുകൂടി തുടങ്ങുന്ന ഉത്സവം വാദ്യമേളങ്ങളുടെയും ചെണ്ടമേളങ്ങളുടെയും അകമ്പടിയോടെ താലപ്പൊലി ഘോഷയാത്ര ഈ നഗരം മൊത്തം ചുറ്റി പ്രദക്ഷിണം ചെയ്ത് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുമ്പോൾ ഗാനമേള തുടങ്ങിയ കലാപരിപാടികളോടുകൂടി ശ്രീ സുദർശന ശാന്തിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ ഉത്സവം കൊണ്ടാടുന്നതാണ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മനയത്താറ്റ് ആര്യൻ തിരുമേനിയുടെയും ക്ഷേത്രം കാര്യദർശി TM സുദർശനൻ ശാന്തിയുടെയും മേൽശാന്തി സുനിൽ ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. മുൻ തലമുറകൾ ഞങ്ങളെ അച്ഛന്മാരായിട്ടുള്ള തലമുറകളിൽ ഏതാണ്ട് 400 വർഷം പഴക്കമുള്ള ഈ അമ്പലം ഇപ്പോൾ ഞങ്ങൾ പുതിയ തലമുറകളായപ്പോൾ ഒരു 10 വർഷത്തിന് ഇപ്പോൾ ഇത് ട്രസ്റ്റാക്കുകയും അത് വേണ്ടുന്ന രീതിയിൽ വേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്ത് പ്രതിഷ്ഠ നടത്തുകയും അത് സുദർശൻ എന്ന് പറഞ്ഞ ശാന്തിയുടെ ഉത്തരവാദിത്തത്തിലും പുള്ളിയുടെ മേൽനോട്ടത്തിലുമാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ 10 വർഷമായിട്ട് നടന്ന ഉത്സവം എല്ലാം ഒന്നിനൊന്ന് മോടിയായിട്ട് നടത്തുകയും ഈ വർഷം അതേപോലെ തന്നെ എല്ലാ ഗൗരവത്തോടും കൂടി തന്നെ ഭക്തജനങ്ങൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ഘോഷയാത്രയും ആ ഘോഷയാത്രയിൽ ശിങ്കാരിമേളം ഇവിടെ കേരളത്തിലെ തന്നെ വമ്പൻ ടീമായ കാൽവരി ജോസിൻ്റെ ശിങ്കാരിമേളം ഉണ്ടായിരിക്കും, ഫ്യൂഷനുണ്ട്, അതേപോലെ തന്നെ ഏഞ്ചൽ വോയിസിൻ്റെ ഗാനമേളയുണ്ട്. എല്ലാ വർഷത്തെയും മികവായിട്ട് ഈ വർഷവും നടക്കും, അടുത്ത വർഷവും അങ്ങനെ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഈ 10 വർഷമായിട്ട് ഞങ്ങളിത് അമ്പലമായിട്ട് ശേഷം ഇവിടെ ഒത്തിരി ഭക്തജനങ്ങളുടെ ഈ പ്രദേശത്തിൻ്റെ വിപുലീകരണത്തിനും ഈ പ്രദേശത്തിൻ്റെ അഭിവൃദ്ധിക്കും വേണ്ടി ഈ അമ്പലത്തിൽ വരുന്ന എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്ന ദേവിയാണ് ഈ മാടവന ഭഗവതി ക്ഷേത്രത്തിലെ. ക്ഷേത്രാനുഷ്ഠാനങ്ങൾ ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, മഹാസുദർശന ഹോമം, ഫ്ലോട്ടുകൾ, കലാരൂപങ്ങൾ, ആട്ടക്കാവടി, കൊട്ടക്കാവടി എന്നിവയുടെ അകമ്പടിയോടുകൂടി താലപ്പൊലി, രഥഘോഷയാത്ര, അവാർഡ് വിതരണം, ഗാനമേള, ശിങ്കാരിമേളം, ഫ്യൂഷൻ വിസ്മയം തുടങ്ങി വിവിധ ചടങ്ങുകളും കലാപരിപാടികളും ഉത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും അന്നദാനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ക്ഷേത്രം ഭാരവാഹികൾ തയ്യാറാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 75 92 00 12 20 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.